ഇന്ന് നമുക്കൊരു നാടൻ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു 400 ഗ്രാം കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി അരിഞ്ഞെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇവയെല്ലാം കൂടി ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായി ചെറിയ തീയിൽ വേവിക്കാൻ തുടങ്ങുക. അപ്പോൾ കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം കൂന്തലിൽ നിന്ന് സാവധാനം വെള്ളം ഇറങ്ങി തുടങ്ങും. ഈ സമയത്ത് വേണമെങ്കിൽ മൂടി വെച്ചും വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഇതിപ്പോൾ ഞാൻ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുപ്പ് സിമ്മാക്കുക. തീ സിമ്മാക്കി കഴിഞ്ഞിട്ട് സിമ്മിലിരുന്ന് നല്ലപോലെ ആ വെള്ളം വറ്റുന്ന വരെ ഇളക്കി കൊടുത്ത് വേവിക്കുക. ഏകദേശം വെള്ളം നന്നായി വറ്റിക്കഴിഞ്ഞാൽ നല്ല പോലെ വറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഈ സമയത്താണ് ചേർക്കേണ്ടത്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കി കുറവാണെങ്കിൽ ഈ സമയത്ത് ഇത്തിരിയും കൂടെ ഉപ്പ് ചേർക്കാം. കറക്റ്റാണെങ്കിൽ ആവശ്യമില്ല. എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം കൂന്തൽ ഏകദേശം പൊട്ടിത്തുടങ്ങുന്ന പോലെ ഒരു ശബ്ദം കേൾക്കാം. അതോടുകൂടിയിട്ട് അടുപ്പ് ഓഫ് ചെയ്യുക. കൂടുതലിട്ട് വേവിക്കരുത്. കാരണം കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക.